ഗ്ലെൻ, തൂഫാനുമായി ബന്ധപ്പെട്ട് കുറേയധികം പേർ അറസ്റ്റിലാകുന്ന ഫോട്ടോസും റീലുകളും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഗ്ലെന്നിന്? ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ പുരുഷന്മാരെ വല്ല ഒഴുക്കിന്ന് വല്ലതും കിട്ടിയതാണ്, അല്ലെ ആരെങ്കിലും മറ്റേ പലിശ കടമെടുത്ത് മേടിച്ചാണെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ഒന്നേന്ന് തുടങ്ങുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് തുടങ്ങി സംസാരിക്കേണ്ടി വരും. എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിലാണ് സർക്കാർ പ്രവർത്തിച്ചത്. ഇയേഴ്സ് ഓഫ് ഒപ്രഷൻ, അതിന്റെ ബാക്കി പത്രമായിട്ട് സ്ത്രീകൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുത്താൽ അതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. പുരസ്കാരങ്ങളുടെ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ പുരസ്കാരങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ തൂഫാനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പറഞ്ഞതിന്റെ കാരണമായി ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഒരു ലഹരി കേസും നമുക്ക് ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. ഒരു പെൺകുട്ടി ലഹരി കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്കാണോ ഒരു ആൺകുട്ടി ലഹരി കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്കായിരിക്കുമോ കൂടുതൽ റീച്ച് ഉണ്ടാവുക? മാർക്കറ്റിംഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലല്ല, റീച്ച് ചെയ്തതിനാണ് ഉണ്ടാവുക സാധാരണഗതിയിൽ. റീച്ച് സ്ത്രീകളുടെ ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി പിടിക്കപ്പെട്ടു എന്നുള്ള വീഡിയോയോ ഫോട്ടോയോ കണ്ടാൽ അത് ഷെയർ ചെയ്യാനും അതിനെ മോക്ക് ചെയ്യാനും ആ കുട്ടിയെ സ്ലട്ട് ഷെയിം ചെയ്യാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ആണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല, അല്ലെങ്കിൽ ആണുങ്ങളുടെ ഫോട്ടോ ഒന്നും ഇങ്ങനെ ചെയ്യൂലെന്നാണ് പറയുന്നത്. അതിന്റെ താഴെ വന്ന് സ്ലട്ട് ഷെയിമിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന പോലെ ആൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിക്കണം, പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന ആളല്ല. രണ്ടുപേരുടെ, ഇപ്പൊ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാർത്ഥികളുടെയും ആരുടെയും ഫോട്ടോ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. അത് എനിക്കും തോന്നിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഒരു ഫെയിൽഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ലഹരി കേസുകൾ ഈ അടുത്ത് വരുന്നത്. അതില് പിടിക്കപ്പെടുന്ന എല്ലാവരും യുവതലമുറ ഭാഗങ്ങളാ, അല്ലെങ്കിൽ യുവതലമുറേനെയാണ് ഈ പിടിച്ചേക്കുന്നത്. ഇവർക്ക് നാളെ ഭാവിയില്ലേ? ഇവരെല്ലാവരും മറ്റേ വട്ടം വളഞ്ഞിരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കണ്. ഈ പറയണ ആണുങ്ങളുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കണ്ട എന്തോ അടിച്ചിട്ടും വന്ന് നിൽക്കണേണ് എന്നൊക്കെ പറഞ്ഞ്, ചിലപ്പോൾ അത് ആയിരിക്കണമെന്നില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സെർച്ചിങ്ങിന് മാത്രം നിൽക്കണ ആൾക്കാരുടെ വീഡിയോ എടുത്ത് ഇതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെ പിടിച്ചില്ല എന്ന് പോലും അറിയാണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതില് ഇവർക്ക് ഈ പറഞ്ഞ മാനഹാനി ആരും ഡിസ്കസ് ചെയ്യണില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം അത് കഴിഞ്ഞിട്ടില്ല പറഞ്ഞ്. പിന്നെ ഈ തൂഫാന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിടിച്ചതിന് ശേഷം എന്താണ്, അതായത് ഇവര് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് ഇത് നിർത്തുകയാണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കൗണ്ടർ മെഷേഴ്സ്, അതായത് ഇവർക്ക് വേണ്ട കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവരാ കാര്യം. ഓൾറെഡി ന്യൂസിൽ വന്നവരുടെ ഭാവി പോയി. ഇപ്പൊ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്തില്ല. ന്യൂസ് മറന്നാലും നാട്ടുകാരും മറക്കൂല. നാട്ടുകാർ പറഞ്ഞിടാ ഇത് അവനല്ലേ, ഇപ്പൊ ദുബായി പോയി കഴിഞ്ഞാൽ പണ്ട് ഈ പയ്യന ലഹരി കേസിൽ പിടിച്ചാണ് എന്നിട്ട് ദുബായി പോയിട്ടൊക്കെ വന്നേക്കാണ്, ഇപ്പോഴും അടിയൊക്കെ ഉണ്ടെന്ന് തോന്നണമെന്നേ പറയുള്ളൂ. കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ അതിന് പകരം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ആരുടെയും പടം ഇടാൻ പാടില്ല, പിടിക്കണ ആരുടെയും പടം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ഒരിക്കൽ കഞ്ചാവ് കേസിൽ പ്രതിയായി എന്നുള്ള പേര് വന്നാൽ അതൊരിക്കലും മാറില്ല. നമ്മൾ ഈ മറ്റേ സിനിമയ്ക്കകത്ത് അരിപ്രാഞ്ചിയുടെ കഥ പറയുന്ന പോലെയാണ്, അതൊരിക്കലും മാറില്ല. അയാൾ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞോട്ടെ, ഒരു അതിനുശേഷം ഈ സിവിൽ സർവീസ് എഴുതിയെടുത്തു എന്ന് വിചാരിച്ചോട്ടെ, പണ്ട് കഞ്ചാവ് കേസിൽ പിടിച്ച IAS കാരനില്ലേ എന്നായിരിക്കും ഉറപ്പായിട്ടും അവൻ അറിയപ്പെടാൻ പോകുന്നത്. എന്റെ ഒരുപാട് കൂട്ടുകാർ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അതായത് തമാശക്ക് പറഞ്ഞാണെങ്കിലും പക്ഷെ അവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അതെ, ഇപ്പൊ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഇതോടുകൂടി അങ്ങ് അടഞ്ഞു പോകുന്നത്. അത് ഞാനിപ്പോ ഒരു കൂട്ടുകാരുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതില് ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഇവൻ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിലാണ് ഇവൻ ഇതിന്റെ പരിപാടികൾ നടത്തിയിരുന്നത്. പക്ഷെ അതിന് ശേഷം ഇതുപോലെ ഒരു കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷം ഇവന് മനസ്സിലായത് മോശം എന്ന് പറഞ്ഞാൽ നന്നാവണമെന്ന് തോന്നി, നന്നായി അവനൊരു വീട് വെച്ച്. പക്ഷെ നാട്ടുകാർ പറയണത് ഇപ്പോഴും ഡീൽ ചെയ്ത് ഉണ്ടാക്കിയ പൈസ എന്നാണ് പറയണത്. അപ്പൊ അവൻ ഇനി മരിക്കണവരെയും ആ ഒരു സാധനം അവന്റെ തലേന്ന് പോകൂല.
അതിപ്പോ സ്ത്രീ ആണെങ്കിലും ഇതൊക്കെ തന്നെ ഉണ്ടാവാൻ പോണ. പക്ഷെ ഒരു ഈ ന്യൂസിൽ അതായത് ഇങ്ങനെ മറ്റേ എക്സൈസുകാരുടെ അടുത്ത് അങ്ങനത്തെ ഒരു സർക്കുലർ ഇറക്കുമ്പോഴത്തേക്കും എനിക്കത് ഒരു സൈഡിലോട്ട് മാത്രം എന്തിനാണ് ഗവൺമെന്റ് ഒരു ചായ്വ് കാണിക്കണം. അത് ചായ്വിന്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ സ്ത്രീകളുടെ ഏത് കേസാണെങ്കിലും ഈ പറഞ്ഞ സ്ത്രീകൾ കുടുങ്ങുമ്പോൾ ഇപ്പോ ജെൻഡർ വൈസ് അല്ല നമ്മൾ ക്രൈമിനെ എടുക്കേണ്ടത്. അത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇതിനെ പറ്റിയല്ല, ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് ക്രൈം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ അത് ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേലും സ്ത്രീകൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഓ ഇവളുടെയൊക്കെ ആ ഒരു പോക്ക് കണ്ടപ്പോഴേ അറിയായിരുന്നു, ഒരു സ്ലട്ട് ഷേമിങ് സൈഡിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുക എന്നുള്ളൊരു നയത്തിലേക്ക് പലരും പോകുന്നത്. ഇപ്പോൾ വിക്ടിംസിന്റെ കാര്യം പോട്ടെ, ഈ പ്രതികളാണെങ്കിൽ പോലും പുരുഷന്മാരുടെ ഫോട്ടോയും പുറത്ത് വിടരുത് എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. അല്ലാതെ സ്ത്രീകളുടെ ഫോട്ടോ എന്തുകൊണ്ട് മറയ്ക്കണം എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് പുരുഷന്മാരുടെയും മറയ്ക്കണം, അവരുടെയും ദൃശ്യങ്ങൾ പുറത്ത് വിടരുത് എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ക്രിമിനൽസിനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? കേരള പോലീസിന്റെ ഏതോ ഒരു പേജ് ഉണ്ട്, അതെ അതെ, ഈ മഹാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരുമാതിരി അത് കേട്ടതിന് ആർക്കായാലും ഇപ്പൊ ഒന്ന് ചൊറിയും. അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിനെ എല്ലാരും വിളിക്കുന്നുണ്ട്. കേരള പോലീസ് വരെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് തുടങ്ങണമെങ്കിൽ സ്ലട്ട് ഷേമിങ്ങിന്റെ കാര്യമൊക്കെ തുടങ്ങണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? എല്ലായിടത്തും ഈ പറഞ്ഞ മാറ്റം എല്ലായിടത്തും വരണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ തൂഫാൻ നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ റീഹാബിലിറ്റേഷൻ എന്നുള്ളൊരു സൈഡ് ഉണ്ടാകണം. ഇപ്പോൾ ഫോറിൻ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡ്രഗ് കേസുകളുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന എല്ലാവരെയും ശിക്ഷ എന്നതിനേക്കാൾ ഉപരി ഇവരെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അഡിക്ഷനാണ്, ഇതൊരു രോഗമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എല്ലാവർക്കും പോസിബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും കഴിയും. പക്ഷെ അത് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ എടുത്തുള്ള പ്രൊസീജിയർ ആയിരിക്കും. അതിന് കൃത്യമായിട്ട് സർക്കാർ അതിന് നേതൃത്വം കൊടുക്കണം. ഇപ്പോൾ ഇത് തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാക്ടിക്കലായി എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സിസ്റ്റം ഈ പറയുന്ന പോലെ ഡ്രഗ്സ് ഒഴുകിയെത്താൻ ഓട്ടകളുള്ള സിസ്റ്റത്തിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾക്ക് ഒരു സിസ്റ്റവും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കണം, അവർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എന്ത് വഴികളിലൂടെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും എന്നുള്ള കൗൺസിലിംഗ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഘട്ടം ഒന്നായിട്ടുള്ളൂ. അതായത് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് ലഹരി മൊത്തത്തിൽ ഒഴിവാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് മൊത്തം സൊല്യൂഷൻ ഇവരുടെ കയ്യിലില്ല. ഘട്ടം ഒന്നായിട്ടുള്ളൂ. ഘട്ടം 1 മറ്റേ ലഹരിന്റെ സ്രോതസ് തടയുക. സ്രോതസ് തടഞ്ഞ് ആൾക്കാരെ പിടിച്ച് എല്ലാം സെറ്റായി. പക്ഷെ ഇത് കിട്ടാണ്ടാവുമ്പോഴുള്ള ഒരു അവസ്ഥയിൽ കുറച്ച് ആൾക്കാർ വിഡ്രോവൽ സിംറ്റം കാണിക്കണ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ലഹരി വേണമെന്നില്ല ആൾക്കാർ അക്രമകാരികളാകാൻ. അതിനെന്താണ് ഗവൺമെന്റ് കണ്ടേക്കണ സൊല്യൂഷൻ? അതും ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ. അപ്പൊ ഇതിന് റീഹാബിലിറ്റേഷൻ മാത്രം മതി. പിന്നെ റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇത്ര ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? എല്ലാ ദിവസവും എത്ര പേരെ വെച്ചാ പിടിക്കണത്? എത്ര കിലോ കണക്കിന് സാധനങ്ങൾ. അതിനർത്ഥം ചോറ് തന്നെയാണ് പോലത്തെ ഒരു സാധനമാണ് ആൾക്കാർ ഇവിടെ കൺസ്യൂം ചെയ്തോണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ ഈ ടീച്ചർമാരെ പിടിച്ചെന്ന് പറയുന്നുണ്ട്. ഈ ടീച്ചർമാരെ മാത്രമാണ് ഇവിടെ ഈ ലഹരി ഉപയോഗിക്കണം? എല്ലാവർക്കും റിയൽ ലൈഫും എന്ന് പറയണ പോലെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. കാര്യം ഓൾറെഡി ഇതിൽ പെട്ടുപോയവരാണ് കുറെ പേര്. അതിൽ നിന്ന് ടീച്ചർമാരായിട്ട് പോലും അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാരായിട്ട് പോലും എന്ന് പറയുന്നതിനോട് കാര്യമില്ല. ടീച്ചർമാരായിട്ട് പോലും ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. അതായത് അവരൊരു പദവിയിലെത്തുമ്പോഴത്തേക്കും ഞാൻ ഇനി ഇങ്ങനെ ചെയ്താൽ പോരാ എന്ന് തോന്നാൻ അതുപോലും പറ്റാത്ത ഒരു തലമുറയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ ജില്ലാ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാകണം. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽത്ത് കെയർ ഓപ്ഷൻസിന്റെ ഒപ്പം തന്നെ ഇത് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകണം. ഈ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ ഈ കോവിഡ് സമയത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടും വിഡ്രോവൽ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ നമ്മൾ ഈ മെമ്മറി സിനിമയിൽ കണ്ടിട്ടില്ലേ, മദ്യം നമുക്ക് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ കഴിയില്ല. അതിന് കൊടുത്ത് ഇതിന്റെ കോഴ്സ് ടാപ്പർ ചെയ്ത് കുറച്ചു കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. പല മെത്തേഡ്സിലൂടെ ആയിരിക്കാം ഈ പറഞ്ഞ ഡി അഡിക്ഷൻ പോസിബിൾ ആവുക. അത് ഏതാണ് നല്ലതെന്ന് കണ്ടെത്തി ഇത് കൃത്യമായി പഠനം നടത്തി ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഒഫീഷ്യൽസ് ഇതിനു വേണ്ടി പണിപ്പെട്ട് ഇത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും ഈ തൂഫാൻ എന്ന് പറയുന്നത് നല്ലൊരു പദ്ധതി തന്നെയാണ്. പക്ഷെ ഇതിന് പിന്നിലേക്കും മുന്നിലേക്കും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നതിനർത്ഥം പൊതുസമക്ഷം ഇട്ട് നാണം കെടുത്തുക എന്നുള്ളതല്ല. കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും അവർക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ട് എന്ന് കണ്ടെത്തുക. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരാണെങ്കിൽ പോലും ഈ പറഞ്ഞ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരുന്നാൽ ചിലപ്പോൾ നാളെ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാകാം, നല്ലൊരു മികച്ച ഫ്യൂച്ചറുള്ള കുട്ടികളാകാം. അപ്പോൾ ഇതിനെല്ലാം ഒരു കൃത്യമായ നടപടി ഉണ്ടാകണം.